ഇത്രയും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കഥ നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും കേൾക്കാൻ പോകുന്നത്. ലോകം മുഴുവനും പല രീതിയിലും ഈ ഒരു സംഭവത്തെ ഡീബങ്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഇവർ മരിക്കുന്നവരെ ഈ ഒരു സംഭവം നടന്നതായിട്ടാണ് ഇവർ പറയുന്നത്. ഒരുപാട് ഇൻസിഡൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണിത്. അപ്പോൾ ആദ്യം ഇതൊരു കഥയായിട്ട് നിങ്ങൾ കേൾക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ഇതെല്ലാം സംഭവിക്കുന്നത് സെപ്റ്റംബർ 19, 1961 ദമ്പതികളായ ബെറ്റി പിന്നെ ബാർണി ഹിൽസ് അവരോടൊപ്പം ഒരു നായ ഉണ്ടായിരുന്നു. ഇവർ 3 പേരും കാറിലൂടെ ഏകദേശം രാത്രി 10 ആയതോടെ കാനഡയിൽ നിന്നും ന്യൂ ഹാംഷെയർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ 2 സ്ഥലങ്ങൾ തമ്മിൽ അത്യാവശ്യം നല്ല ദൂരത്തിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ യാത്ര കുറച്ച് നീണ്ടൊരു യാത്രയായിരുന്നു. ഇവർ കാനഡയിലെ വെക്കേഷന് പോയിട്ട് മടങ്ങി വരുന്ന സമയത്താണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ ഇവർ കാറിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുണ്ട് ബെറ്റി സൈഡിലൂടെ നോക്കുമ്പോൾ എന്തോ ഒരു ലൈറ്റ് ആകാശത്ത് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണുന്നു. ഇത് കണ്ട ബെറ്റി പെട്ടെന്ന് തന്നെ ബാർണിനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ എന്തോ സംഭവം അങ്ങനെ ആകാശത്ത് കണ്ടു എന്നുള്ളത്. അപ്പൊ ബാർണി ആദ്യം ശ്രദ്ധിച്ചില്ല. ബാർണി എന്താ പറഞ്ഞത് വെച്ചാൽ അത് നിങ്ങൾ സാറ്റലൈറ്റ് ആയിരിക്കും, അത് ലോ ഓൾട്ടിറ്റ്യൂഡിൽ ഇങ്ങനെ സണ്ണിന്റെ റിഫ്ലക്ഷൻ കാരണം കാണുന്നതായിരിക്കും എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത്. ഈ ഒരു എക്സ്പ്ലനേഷൻ ലോജിക്കലി കറക്റ്റ് ആയതുകൊണ്ട് ബെറ്റി പിന്നെ ഒന്നും നോക്കിയില്ല. ആ ഒരു സംഭവം അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിങ്ങനെ നിന്നു. അങ്ങനെ വളരെ കൗതുകത്തോടെ ബെറ്റി ആ ഒരു സാറ്റലൈറ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴുണ്ട് ഈ സാറ്റലൈറ്റ് വളരെ അൺയൂഷ്വൽ ആയിട്ട് നീങ്ങുന്നതായിട്ട് ബെറ്റി ശ്രദ്ധിച്ചു. അതായത് ഭൂമിനെ മൊത്തം ചുറ്റുന്ന സാറ്റലൈറ്റ് ഒരിക്കലും ഇത്തരത്തിലുള്ള മിനോവർ കാണിക്കില്ല. അതുമാത്രമല്ല, ബാർണി പറഞ്ഞ പോലെ ഇതൊരു സാറ്റലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഇത്രയും ബ്രൈറ്റ് ആവില്ല. ഈ ഒരു സംഭവം അൺയൂഷ്വലി ബ്രൈറ്റ് ആയിട്ടുള്ള സംഭവമായിട്ടാണ് ബെറ്റി പറയുന്നത്. അപ്പോ ഈ ഒരു സംഭവം വളരെ അൺയൂഷ്വൽ ആയിട്ട് നീങ്ങുന്ന കണ്ട ബെറ്റി ഉടനെ തന്നെ പിന്നെ ബാർണിയുടെ അടുത്ത് പറയുന്നു, ദേ നോക്കി ഇതിങ്ങനെ അനങ്ങുന്നുണ്ടെന്ന് പറയുന്നു. രണ്ടാമത് ബെറ്റി ഇങ്ങനെ പറഞ്ഞപ്പോൾ ബാർണി ദേഷ്യത്തോടെയാണ് ബെറ്റിനോട് സമീപിച്ചത്. കാരണം ഈ ഒരു ഡ്രൈവ് എന്ന് പറയുന്നത് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു ഡ്രൈവ് ആയിരുന്നു. രണ്ടുപേരും നല്ല ടയേർഡ് ആയിരുന്നു. അപ്പൊ അതിന്റെ ഇടയിലാണ് ഈ പറക്കും തെളിയ കഥകളായിട്ട് ബെറ്റി ബാർണിയുടെ അടുത്തേക്ക് വരുന്നത്. അങ്ങനെ ഒരു അരമണിക്കൂറിന് ശേഷം ഒരു 11 മണിയായതോടെ ലാൻഡ് കാസ്റ്റർ എന്ന് പേരുള്ള ഒരു സ്ഥലത്തേക്ക് ഇവർ എത്തിപ്പെട്ടു. അതായത് ഇവരുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ നിന്ന് കുറച്ച് ദൂരം മാത്രം മാറി നിൽക്കുന്ന ഒരു സ്ഥലമാണിത്. അപ്പോ വീടെത്താറായല്ലോ എന്നുള്ളൊരു സമാധാനത്തിന് ബെറ്റി ചുമ്മാ പുറത്തോട്ട് നോക്കിയപ്പോണ്ട് ഇതേ ഒരു ലൈറ്റ് ആകാശത്തിൽ നിൽക്കുന്നതായിട്ട് വീണ്ടും ബെറ്റി കാണുന്നു. പക്ഷെ ഇത്തവണ ബെറ്റി കണ്ടത് ഒരു ലൈറ്റ് മാത്രമായിരുന്നില്ല. ഈ ലൈറ്റ് വളരെയധികം വലുതായിട്ടാണ് ശരിക്കും ബെറ്റി കണ്ടത്. അതായത് ഒരു സാറ്റലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഡോട്ട് മാത്രമായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. ഇവർ വെക്കേഷന് പോയതായതുകൊണ്ട് തന്നെ ഇവരുടെ കൈവശം ബൈനോക്കുലർ പോലുള്ള മറ്റുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബെറ്റി പെട്ടെന്ന് തന്നെ തൊട്ടടുത്തുള്ള ഒരു ബൈനോക്കുലർ എടുത്തിട്ട് ഈ ഒരു സംഭവത്തിനെ എയിം ചെയ്ത് നോക്കി. ബെറ്റിയുടെ ടെസ്റ്റിമോണി അനുസരിച്ച് ഇദ്ദേഹം പറയുന്നത് ഒരു സിഗാർ ഷേപ്പിലുള്ള ഒരു UFO പോലത്തെ ഒരു സംഭവത്തെയാണ് ബെറ്റി ആകാശം നിൽക്കുന്നതായിട്ട് കാണുന്നത്. അതായത് നമ്മൾ കണ്ണുകൊണ്ട് നോക്കുകയാണെങ്കിൽ ഒരു ലൈറ്റ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഓൺ ക്ലോസർ ഇൻസ്പെക്ഷൻ മാത്രമാണ് ഇങ്ങനത്തെ ഒരു ഷേപ്പ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതുമാത്രമല്ല, ഈ ഒരു സംഭവത്തിന്റെ അകത്ത് ഒരുപാട് ജനലുകൾ പോലത്തെ സ്ട്രക്ചർ ഉള്ളതായിട്ടാണ് ബെറ്റി ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് ചിറകില്ലാത്ത ഒരു വിമാനത്തെ കണ്ടു എന്നാണ് ബെറ്റി ഇതിനെ കൂടെ പറയുന്നത്. ഓക്കെ, ഇതൊക്കെ സ്ഥിരം ക്ലീഷ UFO വീഡിയോസിലൊക്കെ ഞാൻ പറയുന്ന കാര്യങ്ങളാണെന്ന് വിചാരിക്കാം. പക്ഷേ ഇതിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഇത് വെറും ലൈറ്റ് മാത്രമല്ല, ഒരു എൻറ്റയർ ഒബ്ജക്റ്റ് ആണെന്നുള്ളൊരു റിയലൈസേഷൻ ബെറ്റിക്ക് ഉണ്ടായതോടെ ബെറ്റി വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആയി, വളരെയധികം പേടിക്കാൻ തുടങ്ങി. ഇതൊന്നും പറയാണ്ട് നമ്മുടെ പാവം ബാർണി സൈഡിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ബെറ്റി ഷൗട്ട് ചെയ്യാൻ തുടങ്ങിയത്. വേഗം വണ്ടി സ്പീഡിൽ പോകുന്നുള്ള രീതിയിലൊക്കെയാണ് ബെറ്റി ബാർണിയുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. ബാർണി ഇത് കേട്ടിട്ടും വേറെ ഒന്നും ചെയ്തില്ല. റോഡ് ക്ലിയർ ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹം പറപ്പിച്ചങ്ങോട്ട് വിട്ടു. അപ്പോഴാണ് ബെറ്റി പുറയിലോട്ട് നോക്കിയത്. ഇവരെത്ര സ്പീഡിൽ പോയിട്ടും ആ ഒരു ഒബ്ജക്റ്റ് ഇവരെ ഫോളോ ചെയ്ത് വരുന്നതായിട്ടാണ് ബെറ്റി ശ്രദ്ധിച്ചത്. ഇത്ര നേരം നമ്മുടെ പാവം ബാർണിക്ക് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പുള്ളി ജസ്റ്റ് പറയുന്ന പോലെ ഫ്രസ്ട്രേഷൻ ഇതൊക്കെ കണ്ടിട്ട് വെറുതെ വണ്ടി ഇങ്ങനെ ഓടിച്ചു പോകുന്നുള്ളൂ. അപ്പോഴാണ് ബാർണിയും ആ ഒരു കാഴ്ച കാണുന്നത്. ഏകദേശം ഒരു 11:30 മണിയായതോടെ ഇന്ത്യൻ ഹെഡ് എന്ന പേരുള്ള ഒരു സ്ഥലത്തേക്ക് ഇവർ എത്തിപ്പെട്ടു. ഈ പ്രാവശ്യം ബാർണി എന്താ ചെയ്തെന്ന് വെച്ചാൽ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി നിർത്തിയിട്ട് ബെറ്റിയുടെ കൈവശമുള്ള ബൈനോക്കുലർ പിടിച്ചു വാങ്ങിയിട്ട് ഈ ഒരു സംഭവത്തെ പുറത്തേക്ക് പോയി നോക്കി. അപ്പോഴാണ് ബാർണിക്ക് കാര്യങ്ങളൊക്കെ കത്തി തുടങ്ങിയത്. അതായത് ബെറ്റി വെറുതെ കിടന്ന് വെപ്രാളം പിടിക്കുന്നതല്ലായിരുന്നു. ബാർണിയുടെ ടെസ്റ്റിമോണി അനുസരിച്ച് ബാർണി കണ്ടത് ഒരു ഡിസ്ക് ഷേപ്പ് ഒബ്ജക്റ്റ് മരങ്ങളുടെ മുകളിൽ ഇങ്ങനെ ഹോവർ ചെയ്ത് നിൽക്കുന്നതായിട്ടാണ്. അതും ബെറ്റി പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ജനല് പോലത്തെ ഒരു സ്ട്രക്ചറും ഈ ഒരു ഷേപ്പിന്റെ അത് കണ്ടുവരുന്നതായിട്ട് ബാർണി പറയുന്നുണ്ട്. പക്ഷെ ബെറ്റി കാണാത്ത ഒരു സംഭവം ബാർണി കണ്ടിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോഴാണ് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയത്. ബാർണി ബെറ്റിയുടെ കൈവശമുള്ള ബൈനോക്കുലേഴ്സ് എടുത്ത് നോക്കുമ്പോണ്ട് ഈ ജനലിന്റെ അകത്തൂടെ ഒരു മാതിരി ഹ്യൂമണോയിഡ് ക്രീച്ചേഴ്സ്, മനുഷ്യരെ പോലെ ഇരിക്കുന്ന ക്രീച്ചേഴ്സിന്റെ ഷാഡോ അതിന്റെ അകത്ത് നിന്ന് ഇങ്ങനെ പുറത്തേക്ക് കാണുന്ന രീതിയിലാണ് ശരിക്കും ബാർണി കണ്ടത്. അതായത്
ഈ സംഭവങ്ങളെല്ലാം ഈ കാറിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് ശരിക്കും ബാർണി കണ്ടതായിട്ടാണ് ബാർണിയുടെ ടെസ്റ്റിമോണി അനുസരിച്ച് നമുക്ക് അറിയാൻ കഴിയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, ഇതേ സിറ്റുവേഷൻ നിങ്ങൾക്കാണ് സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത്? അതുപോലെ തന്നെയാണ് ബാർണി അവിടെ വെച്ച് റിയാക്ട് ചെയ്യുന്നത്. അതായത് എന്റെ അമ്മോ എന്ന് പറഞ്ഞിട്ട് കാറിനകത്ത് കയറിയിട്ട് നേരെ പറപ്പിച്ചു വിട്ടു. പക്ഷെ 961 വണ്ടി ആയതുകൊണ്ട് തന്നെ അതിനധികം സ്പീഡിലൊന്നും പോകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതായത് ബാർണിക്ക് എത്ര സ്പീഡിൽ പോകാൻ കഴിയുന്നോ അതേ സ്പീഡിൽ തന്നെ ഈ ഒരു സംഭവം അവരിങ്ങനെ ഫോളോ ചെയ്യുന്നതായിട്ടാണ് ഇവർ രണ്ടുപേരും കണ്ടത്. അങ്ങനെ വെപ്രാളം പേടിയായിട്ട് ഈ ഒഴിഞ്ഞ റോട്ടിൽ കൂടെ ഇവർ ഒറ്റയ്ക്ക് ഭയങ്കര സ്പീഡിൽ കാർ ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ പുറയിൽ നിൽക്കുന്ന അവരുടെ പട്ടി ഒരു തരത്തിൽ എന്തോ കണ്ട് പേടിക്കുന്ന ഒരു ഒച്ച ഉണ്ടാക്കി തുടങ്ങിയത്. പട്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ ഇവർക്ക് മനസ്സിലായി പട്ടി എന്തോ കണ്ടിട്ടുണ്ടെന്നുള്ളത്. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും പുറയിലോട്ട് നോക്കാൻ പേടിയായിരുന്നു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴുണ്ട് ഇവരുടെ കാറിന്റെ പുറകുവശത്ത് നിന്ന് ഒരു ബീപ്പിംഗ് സൗണ്ട് കേട്ടതായിട്ടാണ് ഇവർ രണ്ടുപേരും പറയുന്നത്. ഈ സൗണ്ട് കേൾക്കാൻ തുടങ്ങിയ പിന്നെ ഇവരുടെ രണ്ടുപേരുടെ ശരീരത്തിൽ ഒരുപാട് ചേഞ്ചസ് സംഭവിച്ചതായിട്ടാണ് ഇവർ പറയുന്നത്. അതായത് നമ്മൾക്ക് പെട്ടെന്ന് തണുപ്പ് വരുമ്പോൾ നമ്മുടെ ശരീരം മുഴുവൻ ഇങ്ങനെ എരച്ചിങ്ങനെ കയറില്ല, ഒരുമാതിരി ഫീലിംഗ് നമുക്ക് വരില്ലേ? അതേ സംഭവം ഇവർക്ക് രണ്ടുപേർക്കും ഒരേ സമയത്ത് ഉണ്ടായതായിട്ടാണ് പറയുന്നത്. ഇതെല്ലാം സംഭവിക്കുമ്പോഴും കാർ 100 സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേ സമയത്ത് തന്നെയാണ് അവർ പെട്ടെന്ന് അൺകോൺഷ്യസ് ആയി പോവുകയും ചെയ്തത്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം അവർ വീണ്ടും ആ ഒരു ബീപ്പിംഗ് സൗണ്ട് കേൾക്കുകയും അവരവരുടെ ബോധത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. പക്ഷെ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ച് സ്ട്രേഞ്ച് ആണ്. അതായത് ഇവർ എന്തോരം നേരം അൺകോൺഷ്യസ് ആയി കിടന്നു എന്നുള്ളൊരു കാര്യം ഇവർക്ക് ആർക്കും അറിയില്ല. ഇവർക്ക് ഇവരുടെ ബോധം തിരിച്ചു കിട്ടിയപ്പോഴും കാർ 100 സ്പീഡിൽ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. കാർ റണ്ണിങ് ആയിരുന്നു. ഇവർ എങ്ങനെയാണ് ഇവരുടെ ബോധം കേട്ടത് അതേപോലെ തന്നെയാണ് ഇവരുടെ ബോധം തിരിച്ചു വന്നത്. അതായത് പെട്ടെന്ന് സമയം സ്ലോ മോഷനിലേക്ക് പോയിട്ട് അത് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് അത് നോർമൽ സ്പീഡിൽ പോയി അതേ സിറ്റുവേഷൻ ആണ് ഇവിടെ ശരിക്കും സംഭവിച്ചത്. അങ്ങനെ ബോധം വന്നതിന് ശേഷം ഇവർക്ക് ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. അപ്പോൾ ആദ്യം തന്നെ ഇവർ കാറ് പയ്യൊന്ന് സ്ലോ ആക്കാൻ തുടങ്ങി. അതിനുശേഷം തൊട്ടടുത്തുള്ള സൈൻ ബോർഡ് വായിച്ചു നോക്കി. ആഷ്ലാൻഡ് എന്ന് പേരുള്ള ഒരു സ്ഥലത്താണ് ഇവർ ഇപ്പൊ നിൽക്കുന്നത്. അതായത് ഇവർക്ക് ബോധം പോയ സ്ഥലത്ത് നിന്ന് 35 മൈൽസ്, അതായത് ഒരു 40-45 കിലോമീറ്റർ അപ്പുറത്ത് എടുക്കുന്ന ഒരു സ്ഥലത്താണ് ശരിക്കും അവർ നിൽക്കുന്നത്. അതായത് ഏകദേശം ഒരു 40-45 കിലോമീറ്ററോളം അവരുടെ കോൺഷ്യസ്നെസ് ഇല്ലാത്തൊരു രീതിയിൽ അവർ ആ വണ്ടിയുടെ അകത്ത് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിൽ അവർക്ക് ശരിക്കും എന്തായിരിക്കും സംഭവിച്ചത്? ഈ ഒരു ഷോക്കിംഗ് ഡിസ്കവറി ഇവർക്ക് മനസ്സിലായതിനു ശേഷം ബാർണി അപ്പൊ തന്നെ ബ്രേക്ക് ചവിട്ടി കൊണ്ട് നിർത്തി. എന്നിട്ട് എല്ലാ ധൈര്യം എടുത്തിട്ട് കാറിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് നോക്കി. പക്ഷേ അങ്ങനത്തെ ഒരു സംഭവം അവർ പിന്നെ കണ്ടിട്ടില്ല. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയാണ്ട് ഈ ദമ്പതികൾ വളരെയധികം കൺഫ്യൂസ്ഡ് ആയി. ഒരാളുടെ ലൈഫിൽ സംഭവിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അവരുടെ കൺമുന്നിലൂടെ നടന്നുപോയത്. അങ്ങനെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ പാടാണ്ട് ഏകദേശം കിളി പോയ രീതിയിൽ അവർ അവിടെ ഇവിടേക്ക് ഇങ്ങനെ ചുറ്റിപ്പറ്റി നടന്നിട്ട് അവർ വണ്ടി കയറി നേരെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു 5 മണിയോടെ ആയപ്പോൾ അവരവരുടെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു. ഇവർ വീട്ടിലേക്ക് പോകുന്ന സമയം മുഴുവനും കാറിന്റെ അകത്ത് ഒരു നിശബ്ദതയായിരുന്നു. എന്താണ് സംഭവിച്ചത് എന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. അങ്ങനെ വീടെത്തിയതിനു ശേഷം ഇവർ വളരെയധികം ടയർഡുമായിരുന്നു. അതുമാത്രമല്ല ആ ഒരു കോൺസ്റ്റന്റ് തോട്ടായിരുന്നു ഇവരുടെ മനസ്സിലേക്ക്, എന്താണ് ശരിക്കും നമുക്ക് സംഭവിച്ചത്? അപ്പോഴാണ് ഇവർ രണ്ടുപേരും ഒരുപാട് കാര്യങ്ങൾ നോട്ടീസ് ചെയ്യാൻ തുടങ്ങിയത്. അതായത് ബാർണി ധരിച്ചിരുന്ന ഷൂസിൽ ഒരുപാട് പോർലുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. ബാർണി യൂസ് ചെയ്ത ബൈനോക്കുലേഴ്സിന്റെ സ്ട്രാപ്പ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ബെറ്റിയുടെ ഡ്രസ്സ് ആയിക്കോട്ടെ കീറിയ ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല എന്തോ ഒരു കറ ബെറ്റിയുടെ ഡ്രസ്സിലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ബാർണി ധരിച്ചിരുന്ന വാച്ചും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഇത് കണ്ടപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി ഇത് ഒരു ഹാലുസിനേഷൻ അല്ല, ഇവരുടെ തോന്നൽ മാത്രമായിരുന്നില്ല, ഇവിടെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഇവർ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ഇവർ വളരെ എക്സ്ട്രീംലി ടയർഡ് ആയിരുന്നു. അതായത് കാനഡ ടു US വരെ വരാന്ന് പറഞ്ഞാൽ അത് ബൈ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടീഡിയസ് ആയിട്ടുള്ള ഒരു റോഡ് ട്രിപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവർ പെട്ടെന്ന് ഉറങ്ങി പോവുകയും പിറ്റേ ദിവസം വൈകുന്നേരം ആയപ്പോഴാണ് രണ്ടുപേരും എണീറ്റത്. പക്ഷെ ബെറ്റി എണീറ്റപ്പോൾ തന്നെ പുള്ളിക്കാരി വളരെയധികം ക്യൂരിയസ് ആയിരുന്നു. അതായത് എന്താണ് സംഭവിച്ചത് എന്നുള്ള രീതിയിലേക്കാണ് ബെറ്റി നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ ബാർണി നേരെ തിരിച്ചായിരുന്നു. നമുക്കൊന്നും സംഭവിച്ചിട്ടില്ല, അങ്ങനത്തെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നുള്ള രീതിയിൽ മനഃപൂർവ്വം ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റ് മൈൻഡിൽ നിന്നെടുത്ത് കളയാനാണ് ബാർണി നോക്കിയത്. പക്ഷെ എത്ര തലമുത്തിന്ന് ശ്രമിച്ചിട്ടും ബെറ്റിയുടെ മനസ്സിൽ നിന്ന് ആ ഒരു വിഷ്വല് പോകുന്നില്ല. ആ ഒരു ജനലും ആ ഒരു സിഗാർ ഷേപ്പിലുള്ള ഒരു UFO ആ ഒരു സംഭവം ബെറ്റിയുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. അപ്പൊ ഇതെന്താണെന്നറിയാൻ വേണ്ടിയിട്ട് ബെറ്റി ഒരു ഫിസിസിസ്റ്റിനെ വിളിക്കുകയാണ്. അപ്പോൾ ഫിസിസിസ്റ്റിന്റെ നിർദ്ദേശം അനുസരിച്ച് ഒരു കോമ്പസ്, സാധാരണ ഒരു കോമ്പസ് എടുത്തുകൊണ്ട് കാറിന് ചുറ്റും ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞു. അതായത്
ഈ കോമ്പസിൽ എന്തെങ്കിലും വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള ഡിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ടോ എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സാധാരണ ഇങ്ങനത്തെ ഒരു ടെസ്റ്റ് ചെയ്യുന്നത് റേഡിയേഷൻ ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ബെറ്റി കാറിന്റെ മുൻവശം ഇവർ ഇരുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ഒരു കോമ്പസ് വണ്ടിയുടെ പുറവശത്തേക്ക് കൊണ്ടുവന്നപ്പോഴാണ് വളരെ വിഗ്രസ് ആയിട്ട് ഈ ഒരു സംഭവം ഡിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങിയത്. അതുമാത്രമല്ല, കാറിന്റെ പുറകിൽ നിന്ന് ഒരുപാട് ബീപ്പിംഗ് സൗണ്ട് കേൾക്കുന്നതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോ ഈ സൗണ്ട് കേട്ട ആ ഒരു സ്ഥലത്ത് ബെറ്റി നോക്കുമ്പോണ്ട് ഒരുപാട് വൈറ്റ് പാച്ചസ്, വെള്ള കളർ വട്ടം വട്ടം പോലത്തെ പാച്ചസ് നിൽക്കുന്നതായിട്ട് ബെറ്റി വളരെയധികം ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചു. അങ്ങനെ ഈ ഒരു വെള്ള പാച്ചിന്റെ അടുത്തേക്ക് ബെറ്റി കോമ്പസ് കൊണ്ടുവരുമ്പോണ്ട് ഈ കോമ്പസ് വളരെ റാൻഡം ആയിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് ഫിസിക്കൽ എവിഡൻസ് ഉള്ള ഒരു കേസാണ് ഇവരുടെ രണ്ടുപേരുടേത്. ഇത് സംഭവിച്ച പിന്നെ ബെറ്റിയുടെ ഉറക്കം തന്നെ പോയി. അതായത് ബെറ്റി ഒരുപാട് ദുസ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. അതായത് ഒരുമാതിരി നമ്മൾ പഴയ സിനിമകളിലൊക്കെ കാണുന്നത്, അതായത് കാറിന് മുമ്പിൽ ഒരുപാട് ഏലിയൻസ് വന്ന് നിൽക്കുന്നതും അങ്ങനത്തെ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കാണാൻ തുടങ്ങി. അതായത് ബെറ്റിയുടെ ഉറക്കം പോയി. അതോടൊപ്പം തന്നെ ബെറ്റി എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, ബെറ്റി അന്ന് ബൈനോക്കുലറിലൂടെ കണ്ട ഒരു സംഭവം ബെറ്റിയുടെ ഓർമ്മകളിൽ നിന്ന് റീക്രിയേറ്റ് ചെയ്ത് വരയ്ക്കാനും ശ്രമിച്ചു. അത് വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു മൂവ് ആയിരുന്നു. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ കമ്മിറ്റി ഓൺ ഏരിയൽ ഫിനോമിന, അതായത് ഇത്തരത്തിലുള്ള UFO UAP എൻകൗണ്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ചെറിയൊരു കമ്മിറ്റിയാണത്. അപ്പൊ ബെറ്റി എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ ഒരു സംഭവത്തെ പറ്റിയിട്ട് ഒരുപാട് കത്തുകൾ അവർക്ക് അയക്കാൻ തുടങ്ങി. അങ്ങനെ ഇതേ വർഷം ഒക്ടോബർ 21 ആയപ്പോൾ അവിടുന്ന് ഒരാള്, വോൾട്ടർ വെബ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. അപ്പൊ ഇദ്ദേഹം ഇവരെ രണ്ടുപേരും ഇന്റർവ്യൂ ചെയ്യുകയും പരസ്പരം മാറ്റി നിർത്തി ഇന്റർവ്യൂ ചെയ്യുകയും മൊത്തത്തില് അവിടെ കൺഫ്യൂഷൻ ഉണ്ടാവാത്ത രീതിയിൽ ഇത് ശരിക്കും സംഭവിച്ചതാണെന്നുള്ള ഒരു കാര്യം കൺഫേം ചെയ്യാനായിട്ട് ഇദ്ദേഹം പല രീതിയിൽ ശ്രമിച്ചു. ഈ ഒരു ഇന്റർവ്യൂ ആണ് ഈ ഒരു ഇൻസിഡന്റിന്റെ ആദ്യത്തെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അക്കൗണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ വർഷങ്ങൾ മുന്നോട്ട് പോയിട്ടും ബെറ്റിയുടെ മനസ്സിൽ നിന്ന് ആ ഒരു വിഷ്വല് പോകുന്നില്ല. വീണ്ടും വീണ്ടും ഒരുപാട് ദുസ്വപ്നങ്ങൾ ബെറ്റി കാണാൻ തുടങ്ങി. അങ്ങനെ 4 വർഷത്തിന്റെ കോൺസ്റ്റന്റ് സ്ട്രഗിളിന് ശേഷം ഇവരൊരു സൈക്കാട്രിസ്റ്റിനെ പോയി കാണാൻ വിചാരിച്ചു. ഡോക്ടർ ബെഞ്ചമിൻ സൈമൺ എന്ന് പറയുന്ന ഒരു സൈക്കാട്രിസ്റ്റ് ആണ് ഇവർ ട്രീറ്റ് ചെയ്തത്. അപ്പൊ ഇദ്ദേഹം എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, ഈ രണ്ടുപേരെ ഐസൊലേഷനിൽ നിർത്തി, അതായത് ഒരാൾ ഒരു സ്ഥലത്ത് നിർത്തി മറ്റൊരാളെ മറ്റൊരു സ്ഥലത്ത് നിർത്തി രണ്ടുപേരെ സെപ്പറേറ്റ് ആയിട്ട് ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങി. പക്ഷെ സർപ്രൈസിംഗ്ലി രണ്ടുപേരും പറഞ്ഞ കഥകളൊക്കെ എക്സാക്ട്ലി സെയിം ആണ്. ഒരു അക്ഷരം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടില്ല. പക്ഷെ ബാർണി പറയാത്തൊരു കാര്യം ബെറ്റി പറഞ്ഞായിരുന്നു. അതായത് ഒരു സ്റ്റാർ മാപ്പ്, നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്ന ആ ഒരു മാപ്പ് ബെറ്റി വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ബെറ്റി സാധാരണ ഒരു വ്യക്തിയാണ്. ഈ പറയുന്ന ആസ്ട്രോഫിസിക്സോ സയൻസോ അങ്ങനത്തെ ഒരു സംഭവത്തെ പറ്റി യാതൊരു കണക്ഷൻ ഇല്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോ ഇദ്ദേഹമാണ് ഇങ്ങനത്തെ ഒരു സ്റ്റാർ സിസ്റ്റത്തിന്റെ ഒരു മാപ്പ് വരയ്ക്കുന്നത്. അപ്പോൾ ഇത് കണ്ട് വളരെയധികം ഫാസിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ എന്താ ചെയ്തെന്ന് അറിയാം. ഇത് തൊട്ടടുത്തുള്ള ഒരു ഫിസിസിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചു. അതായത് എന്തെങ്കിലും ഇതായിട്ട് എവിടെയെങ്കിലും കണക്ട് എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കുമ്പോണ്ട് സെറ്റ ബെറ്റിക്കുലി എന്ന് പേരുള്ള ഒരു സ്റ്റാർ സിസ്റ്റമായിട്ട് വളരെയധികം സിമിലർ ആണ് ഈ ഒരു സംഭവം. അതായത് ചെറിയ ഒരു അലൈൻമെന്റ് വ്യത്യാസം മാത്രമേ ഉള്ളൂ ഈ സെറ്റ ബെറ്റിക്കുലിയും ബെറ്റി വരച്ച ആ ഒരു മാപ്പും തമ്മിൽ. അങ്ങനെ 1965 ഈ ഒരു കേസ് പബ്ലിഷ് ചെയ്യുന്നത്. അതായത് US-ലെ ആദ്യത്തെ ഏലിയൻ അബ്ഡക്ഷൻ കേസ് ആയിട്ട് ഇത് മാറിക്കഴിഞ്ഞു. അപ്പൊ ഇതാണ് ബെറ്റി ആൻഡ് ബാർണി ഏലിയൻ അബ്ഡക്ഷൻ കേസ്. മറ്റുള്ള UFO ഇൻസിഡൻസ് പോലെ ഒരുപാട് ഫാൻസി ആയിട്ടുള്ള സംഭവം നടന്നിട്ടില്ലെങ്കിലും ആ ഒരു 35 മൈൽസിൽ ഇവർക്ക് എന്താണ് സംഭവിച്ചത്? മനുഷ്യർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത അനുഭൂതികളൊക്കെയാണ് ശരിക്കും വന്നവർ അനുഭവിച്ചത്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്താ വെച്ചാൽ, ഇവിടെ ശരിക്കും എന്താണ് സംഭവിച്ചത്? ഈ ദമ്പതികൾ പറയുന്ന കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ? നമുക്കൊന്ന് നോക്കി നോക്കാം. ഈ ഒരു ഇൻസിഡന്റ് പബ്ലിക് ആയതോടുകൂടി തന്നെ ഒരുപാട് ആൾക്കാർ ഇതിനെ ഡീബങ്ക് ചെയ്യാനാണ് നോക്കിയത്. ആദ്യം തന്നെ അതാണ് ചെയ്യാൻ നോക്കിയത്. അപ്പൊ ഒരുപാട് ആൾക്കാർ പറയുന്നത്, ബെറ്റി കണ്ട ഒരു ലൈറ്റില്, അത് മലയുടെ മുകളിൽ എയർക്രാഫ്റ്റ് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ട ലൈറ്റ്സ് ബെറ്റി കണ്ടിട്ട് അതിനെ തെറ്റിദ്ധരിച്ചതായിട്ടാണ് ശരിക്കും ഇവരെല്ലാവരും പറയുന്നത്. ഈ ഒരു സിമ്പിൾ എക്സ്പ്ലനേഷനിലൂടെ ബെറ്റി കണ്ട ആ ഒരു ലൈറ്റിന്റെ അൺയൂഷ്വൽ ആയിട്ടുള്ള മൂവ്മെന്റ് എല്ലാം ഇവിടെ നമുക്ക് പറയാൻ പറ്റും. അതൊക്കെ നമുക്ക് സമ്മതിക്കാം. പക്ഷേ ഇവർ രണ്ടുപേരും ഐസൊലേറ്റ് ചെയ്തിട്ട് ഹിപ്നോട്ടൈസ് ചെയ്തപ്പോൾ ഇവർ രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെ സെയിം ആയിട്ട് വന്നു എന്നുള്ളൊരു ചോദ്യമാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും. ഇവിടുത്തെ ഒരു ട്വിസ്റ്റ് എന്താ വെച്ചാൽ, ഇവർ രണ്ടുപേരും ഹിപ്നോട്ടൈസ് ചെയ്തത് ഈ ഒരു ഇവന്റ് സംഭവിച്ചിട്ട് ഒരു 2 വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ്. ഈ 2 വർഷത്തിനിടയിൽ ഇവർ ഇതിനെ പറ്റിയിട്ട് ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും, പരസ്പരം അങ്ങനെ പറഞ്ഞു നടന്നിട്ടുണ്ടാവും. അപ്പോ ഇവരുടെ മനസ്സിലേക്ക്, ഇവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആ ഒരു സ്റ്റോറി ഇങ്ങനെ കയറി പറ്റി പിടിച്ചിരിക്കുന്ന സിറ്റുവേഷൻ അവിടെ സംഭവിക്കുന്നത്. അത് ആർക്ക് സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കും ഹിപ്നോട്ടൈസ് ചെയ്ത സമയത്ത് രണ്ടുപേരും ഒരേ സംഭവം തന്നെ പറഞ്ഞത്, ഒരു അക്ഷരം പോലും മാറാണ്ട് ഒരേ സംഭവം തന്നെ പറയാൻ കാരണം. സയന്റിഫിക്കലി പറയുകയാണെങ്കിൽ ഒരു ഇവന്റ് നടന്നിട്ടില്ല എന്ന് വിചാരിക്കാം. പക്ഷേ അങ്ങനത്തെ ഒരു ഇവന്റ് നടന്നു എന്ന് നമുക്ക് ചെറിയൊരു തോന്നലുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരുപാട് സ്റ്റോറീസ് നമ്മുടെ ബ്രെയിനിലേക്ക് ആണെങ്കിൽ ഫീഡ് ചെയ്യും.
അതായത് നടക്കാത്തൊരു സംഭവം നടന്നതായിട്ട് നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കും. അത് ഓവർ ടൈം ആ ഒരു സംഭവം ഇല്ലാത്തൊരു സംഭവമാണെന്നുണ്ടെങ്കിലും അത് നടന്നതായിട്ടാണ് ശരിക്കും നമുക്ക് തോന്നുന്നത്. ഡോക്ടർ ബെഞ്ചമിനിന്റെ ഒരു ഫൈനൽ വേർഡിക്റ്റ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. പക്ഷെ അത് കൂടാണ്ട് വേറൊരു ഡീറ്റെയിൽ കൂടി ഇവിടെ പറയുന്നുണ്ട്. അതായത് ആസ്ട്രോഫിസിക്സ് ആയിക്കോട്ടെ, വെറുതെ ആകാശം നോക്കിയിട്ട് അത് സ്റ്റാർ ആണെന്ന് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത വ്യക്തിക്ക് എങ്ങനെയാണ് ഈ ഒരു സ്റ്റാർ മാപ്പ് കിട്ടിയത്? അപ്പൊ ഇതിനുള്ള എക്സ്പ്ലനേഷൻ തന്നത് വേറെ ആരുമല്ല, കാൾ സേഗനാണ്. ഇദ്ദേഹം പറഞ്ഞത് ഇത് വെറും ഒരു കോയിൻസിഡൻസ് ആണെന്നാണ്. പിന്നെ വേറൊരു നോട്ടബിൾ പോയിന്റ് ആണ്, എന്തെങ്കിലും ഒരു സംഭവം കണ്ടിട്ട് അതിൽ നമ്മൾക്ക് ഇൻഫ്ലുവൻസ് ആവുന്നുള്ളത്. ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മളിപ്പോൾ ഒരു സിനിമ കണ്ടെന്ന് വിചാരിക്കാം. ആ സിനിമയിൽ ഒരു സീൻ കണ്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ ലൈഫിൽ നടന്നതായിട്ട് ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നിക്കാറില്ല. അപ്പോൾ അതുപോലത്തെ ഒരു റിയാലിറ്റി ഷോ ആ ഒരു കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ റിയാലിറ്റി ഷോയിലായിക്കോട്ടെ ഈ ദമ്പതികൾക്ക് സംഭവിച്ച അതേപോലത്തെ തന്നെ ഒരു ഏലിയൻ അബ്ഡക്ഷൻ കഥേനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു ഇൻഫ്ലുവൻസ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നമ്മുടെ സൈക്കാട്രിസ്റ്റ് ഇവിടെ പറയുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ലോകത്തിന് ഈ ഒരു സംഭവത്തെ ഡീബങ്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാനുള്ളത്. പക്ഷേ ഇവർക്ക് ആർക്കും പറയാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട്. അതായത് ഇവരുടെ മേത്ത് കണ്ടുവരുന്ന പാടും ആ ഒരു അഴുക്കും, ഈ കാറിന് ഒരു ഫിസിക്കൽ ഡാമേജസ് ആയിക്കോട്ടെ, ഈ ബൈനോക്കുലറുടെ സ്ട്രാപ്പ് പൊട്ടിയതായിക്കോട്ടെ, ഈ കാറിന് പുറയിൽ കണ്ടുവരുന്ന ഒരു റേഡിയേഷൻ സിഗ്നേച്ചർ ആയിക്കോട്ടെ, ആ വെള്ളപ്പാടായിക്കോട്ടെ, അങ്ങനത്തെ ഒരു സംഭവം ഇവർക്ക് ആർക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഏകദേശം 60 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും അതൊരു മിസ്റ്ററി തന്നെയാണ്. ഈ ദമ്പതികൾ മരിക്കുന്നവരെ അവരെ ഇത് കണ്ടതായിട്ടാണ് ശരിക്കും പറയുന്നത്. എന്തോ സംഭവം അന്ന് രാത്രി രണ്ടുപേർക്ക് സംഭവിച്ചിട്ടുണ്ട്. എന്തൊക്കെ തന്നെയായാലും ലോകം ഇവരെ കാണുന്നത് ഇവർക്ക് രണ്ടുപേർക്കും എന്തോ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു സംഭവം സംഭവിച്ചതായിട്ടാണ്. ഇവർ അനുഭവിച്ചത് എന്താണെന്നുള്ളത് ഇവർക്ക് മാത്രമേ അറിയുള്ളൂ, ഇവർക്ക് മാത്രമേ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആർക്കും ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ കഴിയില്ല. ഇത്രയും അധികം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കേസ് ആയതുകൊണ്ട് തന്നെ ഇവർ നുണ പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വെറും ഒരു സിമ്പിൾ കാര്യത്തിന് വേണ്ടിയിട്ട് ഇവർ ഇത്രയും വലിയ സ്റ്റോറി മെനക്കെട്ട് ഉണ്ടാക്കണോ എന്നൊക്കെയാണ് ശരിക്കും ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കുന്നത്. മേ ബി അവർക്ക് ഫേമസ് ആവാൻ വേണ്ടിയിട്ടായിരിക്കാം. അതായത് ഇങ്ങനത്തെ ഒരു സ്റ്റോറി ഇവരിപ്പോൾ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴും 2025 ഞാൻ ഈ ഒരു കഥ നിങ്ങളുടെ അടുത്തൊന്ന് പറയുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ എക്സിസ്റ്റൻസ് തന്നെ ചിലപ്പോൾ നമ്മൾ മറന്നുപോയിട്ടുണ്ടാവും. ചിലപ്പോൾ അതിനുള്ള സാധ്യത ഞാനിവിടെ കാണുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ എനിക്ക് പേഴ്സണലി ഇൻസ്റ്റാഗ്രാമിൻ്റെ കൂടെ അയച്ചു തരുന്ന ഒരു വീഡിയോ സജഷനാണ് ഇത്. അപ്പോൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ ഷെയർ ചെയ്തത് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിട്ടും കേട്ടിട്ട് എന്താണ് തോന്നുന്നത് അതൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കാം. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം.